Hello my dear students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ CA ഇന്റർ മെയ് 2025 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനുള്ളതാണ്. അതായത് നമ്മൾ കോർപ്പറേറ്റ് ലോയും LLP എല്ലാം പഠിച്ചതിന് ശേഷം അവസാനം വെക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അതർ ലോസ് എന്ന് പറയുന്നത്. മെജോറിറ്റി സ്റ്റുഡൻസ് ഇതിന് പുറകെ പോവാറേ ഇല്ല. ഓക്കെ, ഈവൻ നമ്മൾ സംശയം ചോദിക്കുവാണെങ്കിലും ഇല്ല സാർ അതിന് സംശയമൊന്നുമില്ല, കാരണം വായിച്ചാലല്ലേ സംശയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചില അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസിൽ അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി, അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം ആരാണ് ചോദിച്ചതെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് അറ്റ്ലീസ്റ്റ് 30, നമുക്കൊരു 20 മാർക്കെങ്കിലും അല്ലെ ഒരു 15 മാർക്കെങ്കിലും എങ്ങനെ നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റുന്നൊരു കോൺസെപ്റ്റാണ് ഉറപ്പായിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് അതിന് പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെ രീതിയിലാണ് അത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വായിക്കാൻ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് എ ചാപ്റ്റർ. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും എന്താണ് നിങ്ങൾ അതിനെ വായിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ മെറ്റീരിയൽ ഒന്ന് നമ്മൾ വായിക്കണം. ഇപ്പം ചിലത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, ശരിയാണ്. പക്ഷേ എൻ്റെ മെജോറിറ്റി എന്താണ്, നിങ്ങൾ കോർപ്പറേറ്റ് ലോ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. അത്ര ഡിഫിക്കൽട്ട് ഒന്നും അവിടെ ഇല്ല, ഓർത്തു വെക്കുക. ക്ലിയർ ആണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആണ്. അവിടെ കുറേ ലാറ്റിൻ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാറ്റിൻ ടേംസ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് 1, 2, 3 എന്ന ചാപ്റ്ററിൽ രണ്ടാമതൊരു ചാപ്റ്ററിൽ പ്രശ്നമുള്ളത് കൊണ്ട് ഒന്നാമത്തെയും മൂന്നാമത്തെയും നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എൻറ്റയർലി എന്താണ് ഈ പറഞ്ഞ അതർ ലോസ് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതർ ലോസിൽ ഒന്നാമത്തെ മൂന്നാമത്തെ ഒരു ചാപ്റ്റർ തന്നെയാണ്. രണ്ടാമത്തെ മാത്രമാണ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിനെന്താണ് നമ്മൾ വെയിറ്റേജ് നോക്കുമ്പോൾ 1, 3 ചാപ്റ്റർ നോക്കുമ്പോൾ ICAയുടെ വെയിറ്റേജും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചാപ്റ്റർ വിട്ടേക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് 20 കിട്ടുമോ? കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ നമുക്കൊരു 15 കിട്ടും. ഓക്കെ, ചാപ്റ്റർ വിടുവൊന്നും വേണ്ട. ഞാൻ പറയാം അതെങ്ങനെ പഠിക്കേണ്ടത്, ഞാൻ പറയാം എങ്ങനെ ഇന്റർപ്രിട്ടേഷന്. നെക്സ്റ്റ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആരുടെ അറിയാമായിരിക്കും, നിങ്ങൾ സാറാംശം വായിക്കുന്നതായിരിക്കും അല്ലേ. ഈ സാറാംശം എന്നൊരു സംഭവം നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് എക്സാമിനേഷൻ്റെ ആ ഒരു ടൈമിൽ വായിക്കാൻ പറ്റുന്ന ഒരു സമ്മറി നോട്ട്സ് ആണ്. ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ICA വിത്ത് ലേറ്റസ്റ്റ് ഓൾ അമെൻമെന്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എസ്പെഷ്യലി ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ നമ്മൾ ഓരോരോ റൂൾസും ഓരോരോ ഇന്റർണൽ എയ്ഡും എക്സ്റ്റേണൽ എയ്ഡും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണം എന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ എന്താണ് പറ്റുന്നൊരു സംഭവമാണ് സാറാംശം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിന് മാത്രമല്ല കോർപ്പറേറ്റ് ലോസ് നിങ്ങൾക്ക് പറ്റും, എല്ലാ ചാപ്റ്റേഴ്സിനും ഉണ്ട് കേട്ടോ, എല്ലാ സബ്ജക്ട്സിനും ഉണ്ട്. ടു ഫൈൻഡ് ഔട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, എസ്പെഷ്യലി ചാപ്റ്റർ നമ്പർ 2 ദാറ്റ് ഈസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ക്ലിയർ ആണോ? അത്രയും ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ, ഈ സാറാംശം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം വായിച്ചു കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ്, ശരിയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് പേജെങ്കിലും തികയാൻ പറ്റുന്ന രീതിയിൽ എല്ലാ റൂളിൽ നിന്നും എല്ലാ എയ്ഡിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു 5 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന സെൻറ്റൻസ് എന്താണ്, ചിലത് റിപ്പീറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? ഓരോ കേസ് ലോയിലും റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കേസ് ലോ പഠിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, അത് എഴുതിയ ഇറ്റ് ഈസ് സച്ച് എ ഗ്രേറ്റ് തിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 5 സെൻറ്റൻസ് എങ്കിലും ഈച്ച് റൂളിൽ നിന്നും അല്ലെങ്കിൽ എയ്ഡിൽ നിന്നും നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എഴുതിയെന്നാകുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 5 മാർക്കാണെങ്കിൽ നമുക്കൊരു 3 മാർക്ക് അല്ലെങ്കിൽ 2.5 മാർക്കിൽ നമുക്ക് അതിനകത്ത് കിട്ടും, കാരണം നമ്മൾ എഴുതുന്നതെല്ലാം ശരിയാണ്. ഓക്കെ, പിന്നെ ആ ഗോൾഡൻ റൂള്, ഫസ്റ്റ് റൂള്, പ്രൈമറി റൂള് അല്ലെങ്കിൽ ലിറ്ററൽ റൂൾ, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, കാർഡിനൽ റൂള്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അങ്ങനത്തെ വാക്കുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എക്സെപ്ഷന്, പ്രൊവിസോ, സേവിങ് ക്ലോസ്, അപ്പോൾ അങ്ങനത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നല്ലപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ. ഇനി ഫെമേലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഫെമേൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഉള്ളത് MCQനൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ഒരു കോൺസെപ്റ്റ് ആണ് ഫെമ എന്ന് പറയുന്നത്. നിങ്ങൾ മാക്സിമം മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കൺസെപ്റ്റ് നിങ്ങൾ ആദ്യം എന്ന് മനസ്സിലാക്കണം. അതായത് ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അറൗണ്ട് ഓഫ് ഒരു 10 പേജസ് അത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഒരൊറ്റ പേജിൽ എന്താണ് അതിനകത്തൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. സോ അത് സാറാംശത്തിലുണ്ട്, നിങ്ങളുടെ മെറ്റീരിയലിലും ഉണ്ട്. അതിനുശേഷം കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ അത്ര പ്രശ്നമില്ല. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഗവൺമെന്റിന്റെ കുറേ നിയമങ്ങൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. RBIയും ഗവൺമെന്റിന്റെയും പവർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഓക്കെ, ലാറ്റിൻ ടേംസ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള എഡ്ജുസ്റ്റം ജനറേസ്, പാരിമെറ്റീരിയ, അങ്ങനെ പറഞ്ഞ എന്താണ് ഒരുപാട് രീതിയിലുള്ള ലാറ്റിൻ ടേംസ്, അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചേരെ. ഇനി ഈ 30 ദിവസത്തിൽ അതിന് ഇടയ്ക്ക് കയറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. കാരണം അത് പഠിക്കാൻ എടുക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് എന്തായാലും വേണം നിയമം പഠിക്കാം.
ഓക്കെ. അപ്പോൾ ലാറ്റിൻ ടേംസ് അല്ലെങ്കിൽ വേറെ ടെർമിനോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കോഗ്നൈറ്റ് എക്സ്പ്രഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ, നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ചാൽ തന്നെയും അത് വെറും എന്താണ് 1 പേജ് മാത്രമേ ആവുകയുള്ളൂ. 1 പേജ് മാത്രമേ ആവുകയുള്ളൂ. ആ എൻറ്റയർ നിങ്ങൾ ആ പറഞ്ഞ ആ ടെർമിനോളജീസ് എല്ലാം എഴുതി വെച്ചാൽ അപ്പോൾ നിങ്ങൾ ആകെപ്പാടെ നഷ്ടപ്പെടും. നിങ്ങൾക്ക് 1 പേജ് മാത്രമേ ഉള്ളൂ. ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അതായത് ആ ഒരു കാരണം പറഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ സാക്രിഫൈസ് ചെയ്യരുത്. ക്ലിയർ ആണോ? അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺലി ചില യൂസേബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് റൂൾ ഈസ് യൂസ്ഡ്, ദിസ് റൂൾ ഈസ് അപ്ലിക്കബിൾ. നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ദിസ് റൂൾ ഈസ് അപ്ലിക്കബിൾ വെൻ there is an ambiguity. ഈ ആംബിഗ്വിറ്റി ഉള്ളപ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇതിനെ യൂസ് ചെയ്യുള്ളൂ. ഇതൊക്കെ അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ. പിന്നെ ജനറൽ ക്ലോസസിലാണെങ്കിൽ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ഓൾ സെൻട്രൽ ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ്. ഇതൊക്കെ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ചില സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തുടക്കം കിട്ടും. ഒരു തുടക്കം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, ഒരു തുടക്കം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ, നമ്മൾ മാരത്തോൺ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഏപ്രിൽ ഒരു മിഡ് ആകുമ്പോൾ നമ്മളൊരു 15-നുള്ളിൽ നമ്മൾ എന്താണ് ഒരു മാരത്തോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ അതർ ലോസും കാര്യങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്ത് വിടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാരത്തോൺ വേണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 15th നമ്മൾ ചെയ്യും. എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റഫ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു റിക്വസ്റ്റഡ് ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഇതേപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ നല്ലപോലെ പഠിക്കുക.